ഹരിതസേനയുടെ പ്രവർത്തനത്തെ തകർക്കുന്ന രീതിയിൽ നിരന്തരമായി സാമൂഹ്യവിരുദ്ധ ശല്യം ഉണ്ടാകുന്നതായി മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത്. മുണ്ടക്കയം പഞ്ചായത്തിലെ ഹരിതസേനയുടെ പ്രവർത്തനം അവതാളത്തിലാക്കുവാനുള്ള നിരന്തരമായ ശ്രമമാണ് സാമൂഹ്യ വിരുദ്ധരിൽ നിന്നും ഉണ്ടാകുന്നതെന്നും ഇത് രണ്ടാം തവണയാണ് സാമൂഹ്യ വിരുദ്ധർ ഹരിതകർമ്മസേനയുടെ മിനി MCF തീയിട്ട് നശിപ്പിക്കുന്നതെന്നും പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. മുൻപ് സമാനമായ രീതിയിൽ മുണ്ടക്കയം ബസ് സ്റ്റാൻഡിന് സമീപം MCF തീയിട്ട് നശിപ്പിച്ചതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ് പറഞ്ഞു. മുണ്ടക്കയം പഞ്ചായത്തിലെ താൽക്കാലിക മിനി MCFിൽ ഇന്നലെ ഒരു 6:45-7 മണിയോടുകൂടി തീപിടുത്തമുണ്ടായി. ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ്. കഴിഞ്ഞ വർഷം പഞ്ചായത്തിൻ്റെ കർഷക ഓപ്പൺ മാർക്കറ്റിലാണ് സൂക്ഷിച്ചിരുന്നത്. അവിടെയും ഇതുപോലെ തന്നെ തീപിടുത്തമുണ്ടായി. നമുക്ക് എല്ലാ വാർഡിലും 2 ഹരിതകർമ്മസേന അംഗങ്ങൾ വീതമുണ്ട്. വാർഡുകളിൽ 2 മിനി MCFുകളുണ്ട്. അവിടെ നിന്ന് ആഴ്ച തരംതിരിച്ച് പ്ലാസ്റ്റിക് താൽക്കാലികമായിട്ടുള്ള മുണ്ടക്കയം കോസ്വേയിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് 4-ാം നമ്പർ ഷോപ്പിംഗ് കോംപ്ലക്സിലാണ്. അതിൻ്റെ മുകളിലത്തെ നിലയിലാണ് വെച്ചുകൊണ്ടിരുന്നത്. മുൻ ഭരണസമിതിയുടെ സമയത്ത് അത് ഓഡിറ്റോറിയമായിട്ട് ആണ് പണിതിരുന്നത്. പക്ഷേ അത് സുരക്ഷിതമല്ലാത്തതിന് ആറ്റിലേക്ക് ഇറങ്ങിയുള്ള നിർമ്മാണവും തന്നെയല്ല അതിൻ്റെ മുകളിലേക്ക് കയറിപ്പോകുന്നതിന് ചെറിയ 2 അടി വീതിയിലുള്ള കൈവരികളൊന്നുമില്ലാത്ത ഇതിനെതിരെ പഞ്ചായത്ത് പരാതി കൊടുത്തിട്ടുണ്ട്. മുൻപും MCF കത്തിച്ച പ്രതികളെ പിടികൂടുമെന്ന് ആവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ പ്രതിയെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ ഞായറാഴ്ച ടൗണിലെ കോസ്വേ ജംഗ്ഷനിൽ മിനി MCFന് തീയിട്ട പ്രതിയെ പിടികൂടുവാനായത് ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും കൂട്ടായ ശ്രമം കൊണ്ടാണെന്നും പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. ആളിപ്പടർന്ന തീ മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് പടരുന്നതിന് മുമ്പ് തന്നെ MCFിൻ്റെ ഉള്ളിൽ കയറി ജനപ്രതിനിധികളും നാട്ടുകാരും വ്യാപാരികളും ചേർന്ന് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഒരു വശത്തേക്ക് നീക്കുകയും തുടർന്ന് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും പീരിമേട്ടിൽ നിന്നുമുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി തീ അണച്ചതിനാൽ മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് തീ പടരുന്നത് ഒഴിവാക്കുവാനും കഴിഞ്ഞു. തുടർന്ന് തീപിടുത്തത്തിൽ സംശയം തോന്നിയ ജനപ്രതിനിധികൾ സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലെയും പഞ്ചായത്തിൻ്റെയും CCTVകൾ പരിശോധിക്കുകയും സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരാളെ CCTV കണ്ടെത്തുകയും ചെയ്തു. തുടർന്ന് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ സംഘം ചേർന്ന് രാത്രി തന്നെ ടൗണിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തെരച്ചിൽ നടത്തി പ്രതിയെ കണ്ടെത്തി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. തീപിടുത്തം ഉണ്ടായ ഉടൻ തന്നെ മുണ്ടക്കയം ടൗണിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ചുവട്ട് തൊഴിലാളികൾ, വ്യാപാരികൾ, സമീപത്തുള്ള ജനപ്രതിനിധികളും എല്ലാം ഹരിതകർമ്മസേനയുടെ വാളണ്ടിയർമാരെല്ലാം വളരെ വേഗം തന്നെ സ്ഥലത്തെത്തുകയും അതിൻ്റെ ഡോർ തുറന്ന് തീ അണയ്ക്കാനുള്ള ശ്രമവും അതോടൊപ്പം തീ പടരാതിരിക്കാൻ വേണ്ടി നമ്മുടെ മറ്റ് പ്ലാസ്റ്റിക് സാധനങ്ങളെല്ലാം അവിടെ നിന്ന് മാറ്റുകയും ചെയ്തു. ഇവിടെ തന്നെ അതിനോടകം തന്നെ സമീപവാസികൾ പോലീസ് സ്റ്റേഷൻ അറിയിച്ചിരുന്നു. ബാക്കി ഞങ്ങളെല്ലാം 5 മിനിറ്റ് കൊണ്ട് എത്തി ഫയർഫോഴ്സിനെ അറിയിച്ചു. 3 ഫയർഫോഴ്സിൽ ഈരാറ്റുപേട്ട, കാഞ്ഞിരപ്പള്ളി, പീരുമേട് ഫയർഫോഴ്സിനെ അറിയിച്ചു. ആദ്യം തന്നെ കാഞ്ഞിരപ്പള്ളി ഫയർഫോഴ്സ് എത്തി. ഒരു അരമണിക്കൂറിൽ തന്നെ പീരുമേട് ഫയർഫോഴ്സ് എത്തി. അവർ വന്ന് വളരെ വേഗം തന്നെ നാട്ടുകാരുടെ എല്ലാം സഹായത്തോടുകൂടി തീ മാനേജ് ചെയ്യാൻ പറ്റി. പീരുമേടിലെ വണ്ടി വന്ന് അവരോട് കൂടി മറ്റ് വേസ്റ്റുകളിലേക്കും തീ പടരാതിരിക്കാനുള്ള പ്രവർത്തനം നടത്തി. ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും ഫയർഫോഴ്സിൻ്റെയും കൂട്ടായ പരിശ്രമം കൊണ്ട് മാത്രമാണ് മുണ്ടക്കയം ടൗണിലെ വൻ ദുരന്തം ഒഴിവായത്. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.